ഓക്കെ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെന്റേഴ്സ് ആണ്. അതായത് ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്റർ നമ്മൾ നോക്കി. ജിയോമെട്രിയിലെ ട്രയാങ്കിൾ എന്നുള്ള പോർഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ പഠിച്ചു വന്നു. അതിൽ ഇനിയിപ്പോ ഒരു പോർഷൻ ആണ്. അതെന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾസിനകത്ത് കുറച്ച് സെന്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻസെന്റർ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻസെന്റർ എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്ന കാര്യം. എന്താണ് ആംഗിൾ ബൈസെക്ടർ? ഒരു ആംഗിളിനെ രണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേരാണ് ആംഗിൾ ബൈസെക്ടർ, അല്ലെ? ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ട്രയാംഗിൾ വരയ്ക്കുകയാണ്. ട്രയാംഗിൾ എ ബി സി. എ ബി സി. ഓക്കെ. എല്ലാ ട്രയാംഗിൾസിനും ഉള്ളൊരു പ്രോപ്പർട്ടി ആണ്. അതായത് ഈ ട്രയാംഗിളിലെ ബൈസെക്ടേഴ്സ്, ആംഗിൾ ബിയിൽ നിന്നൊരു ബൈസെക്ടർ വരച്ചു. ഒരു സെക്കൻഡ്. ആംഗിൾ ബിയിൽ നിന്ന് ഒരു ബൈസെക്ടർ വരച്ചു. ബൈസെക്ടർ എന്താണ്? ആംഗിൾ ബിയെ രണ്ട് ഈക്വൽ ആംഗിളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനാണ് ഈ ബൈസെക്ടർ, അല്ലെ? ആംഗിൾ എയിൽ നിന്നും ഒരു ബൈസെക്ടർ വരച്ചു. അപ്പൊ ഇത് രണ്ടും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തല്ലോ. ഇതേ പോയിന്റിൽ കൂടി ആയിരിക്കും ആംഗിൾ സിയുടെ ബൈസെക്ടറും കടന്നു പോകുന്നത്. ഓക്കെ. അപ്പോ എന്താ പറഞ്ഞ, ഒരു ട്രയാംഗിളിന്റെ ഏതെങ്കിലും രണ്ട് ആംഗിൾ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അവിടെ കൂടെ തന്നെയായിരിക്കും മൂന്നാമത്തെ ആംഗിൾ ബൈസെക്ടറും കടന്നു പോകുന്നത്. ഈ മൂന്ന് ആംഗിൾ ബൈസെക്ടറും കോയിൻസൈഡ് ഈ പോയിന്റ്. ഓക്കെ. ഈ മൂന്ന് ആംഗിൾ ബൈസെക്ടറും കോയിൻസൈഡ് ചെയ്ത ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിനെ പറയുന്ന പേരാണ് ഇൻസെന്റർ. ഐ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്യാണ്, ഇൻസെന്റർ. ഓക്കെ. സോ മൂന്ന് ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? ഇൻസെന്റർ. ഈ ഇൻസെന്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഒരു ട്രയാംഗിൾ ഞാൻ വീണ്ടും വരയ്ക്കണം. ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിള് എ ബി സി. അപ്പോ ഈ ട്രയാംഗിളിന്റെ ഇൻസെന്റർ ആണ് ഐ. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാല്, ഈ ഇൻസെന്ററിൽ നിന്ന് ബാക്കി മൂന്ന് സൈഡിലോട്ടുള്ള പെർപെൻഡിക്കുലേഴ്സിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഇൻസെന്ററിൽ നിന്ന് ബാക്കി, അതായത് ട്രയാംഗിളിന്റെ മൂന്ന് സൈഡിലോട്ടുള്ള ലൈൻസ്, ഓക്കെ, ആ ലൈൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ലൈൻസ് എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ലൈനാണ്. അതായത് ഇൻസെന്ററിൽ നിന്ന് ബാക്കിയുള്ള ഈ സൈഡ്സിലോട്ടുള്ള പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത്, ലൈൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ പറയാം. ഇൻസെന്റർ എന്ന് പറയുന്നത് ഈ ട്രയാംഗിളിന്റെ മൂന്ന് സൈഡ്സിൽ നിന്നും ഇക്വ ഡിസ്റ്റൻസിലായിരിക്കും. ഇൻസെന്റർ എന്ന് പറയുന്ന പോയിന്റ് ഈ ട്രയാംഗിളിന്റെ മൂന്ന് സൈഡ്സിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ ബി എന്നുള്ള പോയിന്റ്, ബി ഐ എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ ആണ്, ആംഗിൾ ബിയുടെ, അല്ലെ? ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ എത്തി. ഓക്കെ. ഇത് ഒരിക്കലും പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. ഓക്കെ. ഒരു സാധാരണ ഒരു ട്രയാംഗിളില് ഇത് പെർപെൻഡിക്കുലർ ആവണമെന്നില്ല. ഓക്കെ. പക്ഷെ എന്നാൽ ഈ ഇൻസെന്ററിൽ നിന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഇത് നോക്കുവാണെങ്കിൽ ഇതിന്റെ പെർപെൻഡിക്കുലർ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതായിരിക്കും ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. ഈ ബിയിൽ നിന്ന് വരച്ച ഈ ആംഗിൾ ബൈസെക്ടർ നേരെ എ സിയിൽ ടച്ച് ചെയ്യുമ്പോൾ അത് പെർപെൻഡിക്കുലർ ആവണമെന്നില്ല ഒരിക്കലും. അപ്പൊ അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ബി ഐ എന്ന് പറയുന്നതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ഇത് ഇവിടെ ഈ ഒരു പോയിന്റ് പെർപെൻഡിക്കുലർ എത്തുന്നതെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതല്ല സത്യം. ആക്ച്വലി നമ്മൾ മൂന്ന് ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇൻസെന്റർ. അത് അവിടെ നിൽക്കട്ടെ. അടുത്ത ഒരു പോയിന്റ് ആയിട്ട് പറയുന്നതാണ് എന്ത്? ഇൻസെന്റർ എന്ന് പറയുന്ന പോയിന്റ് മൂന്ന് സൈഡിൽ നിന്നും ഈക്വൽ ഡിസ്റ്റന്റിലും ആയിരിക്കും. ഒരു സൈഡിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റന്റ് എന്ന് വെച്ചാൽ, തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ആ
സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ്. ഓക്കെ, ഈ ഐ എന്ന് പറയുന്ന പോയിന്റ് ഇൻസെന്ററിൽ നിന്ന് ആ ട്രയാങ്കിളിന്റെ സൈഡ്സിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഈ ഐ എന്ന് പറയുന്ന സെന്റർ ആക്കി വെച്ചിട്ട് ഈ ട്രയാങ്കിളിനകത്ത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഈ ഐ എന്ന് പറയുന്ന ഒരു സെന്റർ ആക്കി വെച്ചിട്ട് ഈ ട്രയാങ്കിളിനകത്ത് നമുക്കൊരു സർക്കിളിനെ വരയ്ക്കാൻ പറ്റും. ആ സർക്കിളിന്റെ പേരാണ് ഇൻ സർക്കിൾ. അപ്പോ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇൻ റേഡിയസ് ആയിട്ട് മാറും. ഇൻ റേഡിയസിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ആർ എന്നുള്ള ഇതിലാണ്. ഓക്കെ, സ്മോൾ ആർ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസ്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഒന്നുകൂടെ പറയാം. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് അതിന്റെ ഇൻസെന്റർ. ഇൻസെന്റർ എന്ന് പറയുന്ന പോയിന്റ് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. അതായത് ഈ ഇൻസെന്ററിൽ നിന്ന് 3 സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലെങ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെന്റർ ആക്കി വെച്ച് ട്രയാങ്കിളിനകത്ത് ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ട്രയാങ്കിളിനകത്ത് വരയ്ക്കുന്ന സർക്കിൾ ആയതുകൊണ്ട് ആ സർക്കിളിനെ പറയുന്ന പേരാണ് ഇൻ സർക്കിൾ. ഓക്കെ, ഇനി അപ്പോ ഈ 3 ലൈൻസ്, അതായത് ഈ 3 പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറയുന്നത് ഇൻ റേഡിയസ് ആയിരിക്കും. അതായത് സർക്കിളിന്റെ റേഡിയസ് എന്താണോ അത് ഇൻ റേഡിയസ് എന്ന് പറയും. ഇൻ സർക്കിളിന്റെ റേഡിയസിന് നമ്മൾ ഇൻ റേഡിയസ് എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്.